നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കാൻ സാധ്യതയുണ്ടെന്ന്. സോ ഇന്ന് പുലർച്ചെ ഒരു 4 മണിക്ക് ഞാൻ കണ്ടൊരു സ്വപ്നമാണ് ഞാൻ പറയാൻ പോകുന്നത്. 4 മണിയാകുമ്പോഴാണ് കണ്ടു തുടങ്ങിയത്. എൻ്റെ വീട്ടിൽ ആരോ ഒരാൾ വന്നതെന്ന് വെച്ചാൽ ഒരു ഇരുട്ടുള്ള സമയം, സ്വപ്നത്തിലേ ഇരുട്ടാണ്. അപ്പോൾ ഇരുട്ടുള്ള സമയത്താണ് വന്നിരിക്കുന്നത്. അയാൾ എന്തിനാ വന്നതെന്നും അറിയില്ല. അയാളെ ഞാൻ കൊന്നിട്ട് എങ്ങനെ കൊന്നെന്ന് വെച്ചാൽ അയാളെങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കി മുറിച്ച പോലെ കൊന്നിരിക്കുന്നത്. ലൈക്ക് ഓരോ ഭാഗങ്ങളും കഷ്ണമാക്കി മുറിച്ചു. എന്തിനാ കൊന്നതെന്നൊന്നും കഥയിലില്ല, അതായത് സ്വപ്നത്തിലില്ല. എന്നിട്ട് ആളുടെ ബോഡി എടുത്ത് ഞാൻ കവറിൽ റാപ്പ് ചെയ്തു, ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ കെട്ടി. പ്ലാസ്റ്റിക് കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കാണാൻ പറ്റുന്ന ട്രാൻസ്പെറൻ്റ് ആയ പ്ലാസ്റ്റിക് കവറിലാണ് ഫുള്ളി ഞാൻ റാപ്പ് ചെയ്തത്. എന്നിട്ട് ഞാൻ ബാത്റൂമിൻ്റെ മുകളിൽ, എൻ്റെ പഴയ വീടായിരുന്നു, ആ വീടിൻ്റെ ബാത്റൂമിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഞാൻ ഇട്ടു. മുകളിൽ കൊണ്ടുപോയിട്ടപ്പോൾ അവിടെയൊക്കെ ബ്ലഡ് വന്നപ്പോൾ എനിക്ക് പേടിയായി. അയ്യോ പോലീസുകാർ വന്നിട്ട് എന്നെ പിടിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ എൻ്റെ മതിൽ ചാടിയിട്ട് അപ്പുറത്ത് എൻ്റെ ഒരു ചെറിയച്ഛൻ്റെ വീടുണ്ട്. ആ ചെറിയച്ഛൻ്റെ വീട്ടിൽ തൊഴുത്തുണ്ട്. ആ തൊഴുത്തിൻ്റെ അടുത്ത് ഞാനിങ്ങനെ മണ്ണിൽ തല പൂഴ്ത്തി നിന്നു. ഇനി പോലീസുകാർ വന്നാൽ എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തല ഇങ്ങനെ മൂടി നിന്നു. പക്ഷെ എൻ്റെ ബോഡിയൊക്കെ വെളിയിലാണ്, തല മാത്രം മണ്ണിൻ്റെ അടിയിലുള്ളൂ. പോലീസുകാരൊക്കെ വരും. അപ്പോഴേക്കും എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി ഞാൻ എണീറ്റ ഒരു 4:30-ക്കാണ്. അപ്പോൾ എണീറ്റപ്പോൾ ഇത് സ്വപ്നമാണെന്ന് മനസ്സിലായി. പിന്നെയും ഞാൻ കിടന്നു, മൂത്രമൊഴിച്ചിട്ട് വന്ന് പിന്നെയും കിടന്നപ്പോൾ ആ സ്വപ്നത്തിൻ്റെ വീണ്ടും കണ്ടിന്യൂവേഷനാണ്. ആ സമയത്ത് ഞാനിങ്ങനെ പേടിച്ചില്ല. ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യം, ഇതിൻ്റെ മുമ്പത്തെ ലൈക്ക് ഈ സ്വപ്നത്തിന് കുറച്ച് മുമ്പുള്ള പോർഷൻസാണ്. അഥവാ ഞാനിങ്ങനെ വെട്ടിമുറിച്ചിട്ട് ഞാൻ ആ റൂഫിൻ്റെ മുകളിലിട്ടിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇട്ടാൽ എന്നെ എന്തായാലും പോലീസ് പിടിക്കും, സോ ഇത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫുൾ ഡെഡ് ബോഡി മുഴുവൻ എടുത്തിട്ട് ആ സമയത്ത് എൻ്റെ വീട്ടിലൊരു അമ്മിക്കല്ല ആട്ടുകല്ലുണ്ടാവും, അരി അരിക്കുന്ന കല്ല് കേട്ടിട്ടുണ്ട്, ആട്ടുകല്ല്. ഇങ്ങനെ അതിനകത്ത് ഇട്ടിട്ട് ഞാൻ ഫുള്ളി ക്രഷ് ചെയ്തു, പൊടിയാക്കി കുറേ ലൈക്ക് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി. എന്നിട്ട് കവറിൽ കെട്ടി. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള ഒരു എന്താ പറയുക, ഒരു കനാലിൽ കൊണ്ടുപോയി ഒഴുക്കി വിടാം. അത് വെള്ളത്തിൽ ഒഴുക്കി വിട്ടാൽ പിന്നെ എന്നെ ആരും അറിയില്ലല്ലോ, ഞാൻ രക്ഷപ്പെടുമല്ലോ എന്നുകൊണ്ട് ഞാനിങ്ങനെ ആ ബാഗ് എടുത്ത് ഇങ്ങനെ നടന്നു പോവാണ്. പകുതി ദൂരം നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആളുകളൊക്കെ എന്നെ നോക്കാൻ തുടങ്ങി. ലൈക്ക് എൻ്റെ കവറിൽ എന്തോ ബ്ലഡ് ഇങ്ങനെ താഴേക്ക് പോകുന്നു ഡ്രോപ്പായിട്ട്. അപ്പോൾ അത് നോക്കാൻ തുടങ്ങി. അപ്പോൾ പ്രശ്നമാണ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിച്ചു വന്നിട്ട് വീട്ടിൽ തന്നെ എന്തിനാണ് ഞാൻ ആ കനാലിൽ കൊണ്ടുപോയിടുന്നത്, വീട്ടിൽ തന്നെ ഫ്ലഷ് ഉണ്ട്, ബാത്റൂമിലെ ഫ്ലഷിൽ കൊണ്ട് അടിച്ച് ഞാൻ ഫുള്ളി കളഞ്ഞു. ആ ബ്ലഡ് ഫുള്ളി ആളുടെ ഫ്ലഷൊക്കെ കളഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നം, പോലീസ് ഡോഗ് വന്നു ചോദിച്ചാൽ എന്നെ പിടിക്കും, കാരണം ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാകും ബാത്റൂമിൽ. അപ്പം ഞാൻ നേരെ ഹാർപ്പിക് എടുത്തിട്ട് മുഴുവൻ ഉരച്ച് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് അപ്പം എനിക്ക് പക്ക സാറ്റിസ്ഫൈഡ്. ഇനി എന്നെ ആരും പിടിക്കാൻ പോകുന്നില്ല, ഞാൻ ചെയ്ത കുറ്റം മറഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും എൻ്റെ ഭാര്യ വന്നിട്ട് എന്നെ എണീപ്പിച്ചു. എടാ വാ, അമ്പലത്തിൽ അവൾ ഏതോ കൊച്ചിനെ കണ്ടെത്തണം, എൻ്റെ സ്റ്റുഡൻ്റ് അത്ര, ആ കുട്ടിയെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് എന്നെ എണീപ്പിച്ചു. നല്ല ദിവസം ആവട്ടെ, ബൈ.